My dear students, welcome back to the second part of your basic science class. I hope all of you watched the first video, that means our first lesson in this chapter. Last class we were discussing about the smallest organisms in our world, that means microorganisms, and what is the use of microscope. Then what is the difference between unicellular organisms and multicellular organisms? I hope all of you have an idea about that. The next we want to discuss how to observe a cell through a microscope. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഒരു സെല്ല് അഥവാ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിളാണ് എല്ലാ ബോഡിയിലുമുള്ള സെൽ. മൈക്രോ ഓർഗാനിസംസിനെ പോലെ തന്നെ നമ്മളെ നൈക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയാത്ത ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സെൽ എന്ന് വിളിക്കുക. ഓർഗാനിസംസിൻ്റെ ബോഡിയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ബേസിക് യൂണിറ്റിനെയാണ് സെൽ എന്ന് വിളിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെൽ ഒബ്സർവ് ചെയ്യാൻ പോവാണ് മൈക്രോസ്കോപ്പിലൂടെ. അപ്പോൾ അതിന് ഒരു എക്സ്പെരിമെൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ലാബിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ലാബിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യാൻ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം സാധാരണ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും അല്ലേ. ഇതിനെ നമ്മൾ എന്ത് പറയുക, മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ. ഈ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ഒരു ആനിമൽ സെല്ലാണ്. ആനിമൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സെല്ലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സെല്ലാണ് ചീക്ക് സെൽ. നമുക്ക് ബ്ലഡ് അതുപോലെ കളക്ട് ചെയ്യാം. ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലാണ് ചീക്ക് സെൽ. ചീക്ക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളെ മൗത്തിൻ്റെ ഇന്നർ പാർട്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെല്ലാണ് ഇത് ചീക്ക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ചീക്ക് സെൽ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക? ഹ്യൂമൻ ബോഡിയിലുള്ള മൗത്തിൻ്റെ ഇന്നർ ലെയറിലുള്ള, മൗത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്മോളസ്റ്റ് സെൽ ആണ് ഇത് ചീക്ക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചീക്ക് സെൽ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ ഈ ചീക്ക് സെൽ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് കടക്കാം. ദെൻ ഓൾ ഓഫ് യു ലിസൺ. ഫസ്റ്റ്, മെറ്റീരിയൽസ് റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മൈക്രോസ്കോപ്പ്. എല്ലാവർക്കും അറിയാം മൈക്രോസ്കോപ്പിൻ്റെ യൂസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെറ്റീരിയൽസ് റിക്വയർഡുള്ള ഫസ്റ്റ് വൺ മൈക്രോസ്കോപ്പാണ്. കാരണം നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ളത് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. വി കാൺ സീ വിത്ത് യൂസിങ് അവർ നൈക്കഡ്. നമ്മളെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒബ്ജക്ട്സിനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് മൈക്രോസ്കോപ്പ് എന്തായാലും വേണം. ദെൻ സ്ലൈഡ്. സ്ലൈഡ് എന്താണെന്ന് അറിയുന്നുണ്ട് നമുക്ക്. ഒരു ഗ്ലാസിൻ്റെ ഒരു വാച്ച് ഗ്ലാസ് പോലെ, അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ പീസാണ് ഇത് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഏതാണോ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെ അതിനെ വെക്കുക, അത് നമ്മൾ പുട്ട് ചെയ്യുന്നത് നമ്മളെ സ്ലൈഡിലായിരിക്കും. ദെൻ പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്യുവർ വാട്ടർ. ദെൻ മെത്തിലിൻ ബ്ലൂ സ്റ്റീം. നിങ്ങൾ കേൾക്കാത്ത ഒരു പുതിയ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കെമിക്കലാണിത് മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചീക്ക് സെല്ലിനെ നമുക്ക് വളരെ ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയിൻ, ഒരു കളേർഡ് കോമ്പൗണ്ടാണ് മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ. അത് ഏകദേശം ഒരു വയലറ്റ് ബ്ലൂയിഷ് കളറിലാണ് അത് ഉണ്ടാവുക. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ ചീക്ക് സെല്ലിനെ വളരെ നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ ഉപയോഗിക്കുക. ദെൻ ടു ന്യൂ ടൂത്ത് ബ്രഷ് ആൻഡ് കവർ ഗ്ലാസ്.
ടൂത്ത് ബ്രഷ് എന്തിനാണെന്ന് അറിയാം. നമുക്ക് ടൂത്ത് ബ്രഷ് ഇല്ലെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്ക്രബ് ചെയ്തെടുക്കാം. പക്ഷെ അത് സേഫ്റ്റി അല്ല. കാരണം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ മൈക്രോ ഓർഗാനിസംസിൽ തന്നെ ഒരുപാട് പാത്തോജൻസ് ഉണ്ട്. പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസസ് ഉണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇതൊക്കെ നമ്മളെ മൗത്തിലൂടെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചീക്സിൽ കളക്ട് ചെയ്യുന്നത്. ദെൻ കവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാച്ച് ഗ്ലാസ് പറഞ്ഞല്ലോ സ്ക്വയർ ആയിട്ട്, ആ വാച്ച് ഗ്ലാസ്സിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം കുറച്ചും കൂടി തിന്നസ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു അനദർ ഗ്ലാസിൻ്റെ സ്ക്വയറാണ് ഇത് വാച്ച് കവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? മൈക്രോസ്കോപ്പ് വേണം. എന്തിനാണ് മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് കൂടി നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ ഒപ്പം പിന്നെ ആവശ്യമുള്ളത് സ്ലൈഡ് വേണം, പ്യൂർ വാട്ടർ വേണം, ദെൻ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ വേണം. നല്ലോണം ശ്രദ്ധിക്കണം. എന്താ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലൂയിഷ് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് ബ്ലൂയിഷ് കളറുള്ള ഒരു സ്റ്റെയിനാണ്, ഒരു കളേർഡ് കോമ്പൗണ്ടാണ്. ദെൻ ടൂത്ത് ബ്രഷ് വേണം. ദെൻ കവർ ഗ്ലാസ്, ഈ നമ്മൾ സ്ലൈഡിനെ കവർ ചെയ്യണ ഗ്ലാസ് വേണം. ദെൻ എക്സ്പെരിമെൻ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്ക്രബ് ചെയ്യും. സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടിയിട്ട് നമുക്ക് ആ സെല്ലിനെ കളക്ട് ചെയ്തെടുത്തിട്ട് ആ സെല്ല് ജസ്റ്റ് നമ്മൾ സ്ലൈഡിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ വെക്കുക, സ്ലൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് പ്യൂർ വാട്ടർ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ പ്യൂർ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സ്ലൈഡിൽ ആ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആ ചീക്ക് സെല്ല് വെച്ചിട്ട് നമ്മളിതിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് വാച്ച് ഗ്ലാസ്സിൽ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. എന്ത് വെച്ചിട്ട് നമ്മളൊരു കവർ ചെയ്യുന്നൊരു ഗ്ലാസ് പറഞ്ഞിരുന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് അതിനെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുക. മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ നമ്മൾ ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ചീക്ക് സെല്ല് കവർ വാച്ച് ഗ്ലാസ്സിൽ വെക്കുമ്പോൾ ആ വാച്ച് ഗ്ലാസ് ജസ്റ്റ് ഒരു 1 or 2 അല്ലെങ്കിൽ 1 or 2 ഡ്രോപ്സ് എന്ത് ചെയ്യും, അതിൽ ആഡ് ചെയ്ത് വെക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സ്ലൈഡിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാച്ച് ഗ്ലാസ്സിലല്ല, സ്ലൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റെയിൻ ഒട്ടിച്ച് കൊടുക്കുക. സ്റ്റെയിൻ്റെ പേര് മറക്കരുത്. നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓർമ്മയിലുണ്ടായാൽ മതി. മെത്തിലിൻ ബ്ലൂ സ്റ്റെയിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു 1 or 2 ഡ്രോപ്പിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അതിന് കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത് അത് നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഒരു സ്ലൈഡ് ഉണ്ടാക്കി ആ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയുന്ന സെല്ല്, അതല്ലെങ്കിൽ ആ ചീക്ക് സെൽ, ആനിമൽ ചീക്ക് സെൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ചീക്ക് സെൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ജസ്റ്റ് ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് കളർ നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തവർക്ക് PDF നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ ആ ഒരു കളർ വരാനുള്ള കാരണം എന്താണ്, നമ്മൾ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ ആഡ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് എക്സ്പെരിമെൻറ്റ്. സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻറ്റ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഒരു സെല്ല് കളക്ട് ചെയ്തിട്ട് അതൊരു സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് അതിനെ കളേർഡ് കോമ്പൗണ്ട് ആക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ എളുപ്പത്തിൽ. ഒരു ആനിമൽ സെല്ല് കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എളുപ്പമാണ്, മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് റിക്വയർഡ്, ഏതൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമുള്ളത്, പിന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നത്, ഇങ്ങനെ പിന്നെ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹ്യൂമൻ ബോഡിയിലെ ഒരു സെല്ല് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സെല്ലുകളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്ത സെല്ലിൻ്റെ പിക്ചർ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് പേജിൽ നിങ്ങളോട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്കുള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യാം, PDF എടുക്കുക. ഓക്കെ, then first question, do you notice any difference in the size of the cheek cells of
the child and the adult. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി വായിക്കാം. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ചീക്ക് സെൽസ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ അഡൽട്ട്? കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഗസ്സസ് യു മേഡ്. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാണ്? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങളെ ഫൈൻഡിങ്സ്, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളുമായിട്ട് യോജിപ്പിച്ചിട്ട് അതൊരു ഫൈനൽ റിസൾട്ടിലെത്താൻ വേണ്ടി പറയണം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചെറിയ കുട്ടിയുടെ ചീക്ക് സെൽ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴും ഒരു വലിയ ആളുടെ ചീക്ക് സെൽ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത്, സെല്ലിൽ ഡിഫറൻസസ് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന ചീക്ക് സെല്ലിനനുസരിച്ച് ചെറിയ ഡിഫറൻസസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാലും അത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ കാര്യമായ ഡിഫറൻസസ് ഒന്നും നമുക്ക് കാണില്ല. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ്റെ നേരെ അപ്പുറത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാവരും ശ്രദ്ധിച്ചോ? എന്താണ്? ചെറിയ കല്ലുകൾ വെച്ചിട്ട് ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരന് എന്ത് ചെയ്യാണ്? ഒരു വീടുണ്ടാക്കുന്ന പിക്ചറാണ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡൽട്ട് ആണെങ്കിലും അതല്ലെങ്കിൽ സ്മോൾ ചൈൽഡ് ആണെങ്കിലും അഡൽട്ട് ആണെങ്കിലും സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണെങ്കിലും അതിൽ ഇന്നർ പാർട്ട് ആണെങ്കിലും അതിലൊന്നും എന്തില്ല, ഡിഫറൻസ് ഇല്ല. എല്ലാവരും സെല്ല് ഒരേപോലെ ആയിരിക്കും കാണും. പിന്നെ അതേപോലെ തന്നെ സൈസ്, സെല്ലിൻ്റെ സൈസിൽ എന്തില്ല, ഡിഫറൻസ് ഇല്ല. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെറുതാക്കി പറയും അല്ലേ? വലിയ ആളാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വലുതാക്കി പറയും. അപ്പോൾ ചെറിയ കുട്ടിയുടെ സെല്ല് ചെറിയ സെല്ലും വലിയ കുട്ടിയുടെ സെല്ല് അല്ലെങ്കിൽ വലിയ ഒരാളെ സെല്ല് വലിയ സെല്ലുമാണ്? ഒരിക്കലും അല്ല. എല്ലാ ഹ്യൂമൻസിലും, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ ഹ്യൂമൻസിലും എല്ലാ മനുഷ്യരിലും സെല്ലിൻ്റെ സൈസ് വലുപ്പം എങ്ങനെയാണ്? ഒരേപോലെ. ഇതിൽ മാറ്റമൊന്നുമില്ല, സെല്ലിൻ്റെ സൈസിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡിഫറൻസസ് കാണുന്നുണ്ടോ? നമ്മൾ ഡിഫറൻസസ് ഒന്നും കാണുന്നില്ല. കാരണം എന്താ? സെല്ലിൻ്റെ സൈസിലോ അല്ലെങ്കിൽ സെല്ലിൻ്റെ സ്ട്രക്ചറിലോ ചീക്ക് സെൽ എടുക്കുമ്പോഴോ സിമിലർ സെൽ എടുക്കണം. ഒരു ചീക്ക് സെല്ലും ഒരു ബ്ലഡ് സെല്ലും എടുക്കുമ്പോൾ എന്തുണ്ടാവും? ഡിഫറൻസസ് ഉണ്ടാവും. നമ്മൾ സെയിം സെൽ, അഥവാ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തത് ചീക്ക് സെല്ലാണ്. ആ ചീക്ക് സെൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഒരു മാറ്റവും നമുക്ക് തോന്നില്ല, സൈസിലൊന്നും മാറ്റം ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു അഡൽട്ട് ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു സ്മോൾ ചൈൽഡ് ആണെങ്കിലും രണ്ടാളുടെയും സെല്ലിൻ്റെ സൈസും സെല്ലിലുള്ള കമ്പോണൻസും, ഓക്കെ, അതല്ലെങ്കിൽ സെല്ലിൻ്റെ ഇൻസൈഡ് ദ സെൽ ദർ ആർ മെനി സെൽ ഓർഗനലൈസ്. സെൽ ഓർഗനലൈ മീൻസ് സ്മോൾ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ സെൽ. സെല്ലിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള ചെറിയ പാർട്ടിനെയാണ് നമ്മൾ സെൽ ഓർഗനലൈസ് എന്ന് പറയാം. ഈ സെൽ ഓർഗനലൈസും സെല്ലിൻ്റെ സൈസും ഔട്ടർ മോസ്റ്റ് ലെയറൊക്കെ സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും രണ്ട് ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ. വലിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും ഒക്കെ സൈസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തി എന്താണ്? നമുക്ക് ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്താണ്? സിമിലാരിറ്റി, രണ്ടും സിമിലർ ആണ്. ഓക്കെ, അഡൽട്ട് ആണെങ്കിലും ചൈൽഡ് ആണെങ്കിലും എന്താണ്? സിമിലർ ആണെന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കും. ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെൽസ്? അതൊരു നല്ല ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? ഞാനൊന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കണം കേട്ടോ. ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെൽ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഒരു ചൈൽഡ് ആണെങ്കിലും ഒരു അഡൽട്ട് ആണെങ്കിലും സെല്ലിൻ്റെ സൈസിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു ചൈൽഡിനെ കാണുമ്പോഴും ഒരു അഡൽട്ടിനെ കാണുമ്പോഴും നമുക്ക് ഒരുപോലെയാണോ ഫീൽ ചെയ്യുന്നത്? ഒരിക്കലും അല്ലല്ലേ. കാരണം എന്താ? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടി ചെറുതാണ്, വലിയ ആളാകുമ്പോൾ നമുക്ക് വലുതായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതിൻ്റെ സെല്ലിൽ ഡിഫറൻസ് ഇല്ലാതെ പിന്നെ ഇവരെ എങ്ങനെയാണ് ഈ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടായത്? നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയുക? ചെറിയ കുട്ടിക്ക് ചെറുതും വലിയ കുട്ടിക്ക് വലുതും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് വലുതും എന്ന് പറയും. അങ്ങനെ ഒരു കേസ് എന്തിലില്ല? സെല്ലിൻ്റെ കാര്യത്തിലില്ല. ഓക്കെ, എക്സാമിന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തത്? റോങ് ആൻസർ ചെയ്തെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സെല്ലിൽ സൈസിലല്ല മാറ്റം, പിന്നെ എന്തിനാണ്? നമ്പേഴ്സ് ഓഫ് സെല്ലിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഓക്കെ, ഒരു സെല്ലിൻ്റെ സൈസിലല്ല. സെല്ലിൻ്റെ സൈസ് എല്ലാ ഹ്യൂമൻസിലും സിമിലറാണ്. എല്ലാ മനുഷ്യന്മാരിലും
അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എടുത്തിട്ട് ആ ഓർഗാനിസത്തിൻ്റെ എല്ലാ കൂട്ടത്തിലും എന്താണ് സിമിലർ ആണ്, സൈസിൽ മാറ്റമില്ല. പക്ഷേ നമ്പേഴ്സ് ഓഫ് സെൽ എന്തുണ്ട്, മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെറിയ കുട്ടിയിലുള്ള സെല്ലിൻ്റെ അത്ര സെല്ലായിരിക്കില്ല ഒരു വലിയ ആളിനുണ്ടാവും. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരിക്കലും എന്തല്ല ആക്യുറേറ്റ് എക്സാമ്പിൾ അല്ല. ഒരു ചെറിയ കുട്ടിക്ക് എന്താണ് ഒരു 100 സെല്ലുണ്ടെന്ന് വിചാരിക്കാം, വലിയൊരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, വലിയൊരാളാണെങ്കിൽ ആൾക്ക് 1000 സെല്ലുണ്ടാവും. ആ ഒരു ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും ഒരു സിംഗിൾ സെല്ലിൻ്റെ സൈസിലല്ല ഡിഫറൻസ്, നമ്പേഴ്സ് ഓഫ് സെല്ലിനാണ് എന്ത് മാറ്റം ഉണ്ടാവുക. ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. ആ ആൻസർ പറഞ്ഞിട്ട് ആ സൈഡിലുള്ള പിക്ചർ നോക്കി, ഈ പിക്ചറും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് അറിയാം, ചെറിയ ഇഷ്ടികകൾ അല്ലെങ്കിൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ വീടുണ്ടാക്കുന്നത് അല്ലേ. എല്ലാ ഇഷ്ടികൻ്റെയും അല്ലെങ്കിൽ എല്ലാ കല്ലിൻ്റെയും ആ സ്റ്റോണിൻ്റെ സൈസ് എന്താണ്, സെയിം ആണ് അല്ലേ. പിന്നെ എപ്പോഴാണ് അതിങ്ങനെ വലുതായി 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 വരുന്നത്, അതിൻ്റെ നമ്പേഴ്സ് കൂടുമ്പോഴാണ്. മനസ്സിലാവുന്നല്ലോ അല്ലേ. അതുകൊണ്ടാണ് ആ പിക്ചർ ക്ലിയർ, ആ പിക്ചർ അവിടെ വെറുതെ കൊടുത്തതാണെന്ന് ഒരിക്കലുമില്ല. ആ 2 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും തമ്മിൽ നല്ല ഒരു റിലേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഡൽട്ടിലാണെങ്കിലും ചൈൽഡിലാണെങ്കിലും ഹ്യൂമൻസിൽ ആരെടുത്താണെങ്കിലും ഓക്കെ, എന്തിൽ ഡിഫറൻസ് ഇല്ല, സൈസ് ഓഫ് ദ സെല്ലിൽ ഡിഫറൻസ് ഇല്ല. സൈസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആണ്. പിന്നെ എന്തിലാണ് മാറ്റമുള്ളത്, നമ്പേഴ്സ് ഓഫ് സെല്ലിൽ മാത്രമേ എന്തുള്ളൂ മാറ്റങ്ങളുള്ളൂ. ഓക്കെ, നമ്പേഴ്സ് ഓഫ് സെല്ല് മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സൈസ് ബിഗ് ആവുന്നതും സ്മോൾ ആവുന്നതും. അല്ലാതെ എന്തിൻ്റെ ബേസിലല്ല, ഒരു സെല്ലിൻ്റെ സൈസിൻ്റെ ബേസിലല്ല, സെല്ലിൻ്റെ നമ്പേഴ്സിൻ്റെ ബേസിലാണ്. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഈ പിക്ചറിനായിട്ട് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം എല്ലാവർക്കും. എല്ലാവരും നല്ലോണം ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. PDF ഉള്ളൊരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കണം. അതല്ല PDF ആണ്, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, PDF ഉപയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യാനും അല്ലെങ്കിൽ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ അത് പെൻസിൽ ഉപയോഗിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. അത് അല്ല ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൈഡ് ഹെഡിങ് കാണാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളാണ് നമുക്ക് പരിചയപ്പെടുന്നത് അല്ലേ. നമ്മൾ ക്ലാസ്സിൻ്റെ അടിയിൽ തന്നെ പറഞ്ഞു പോയ 2 ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ചീക്ക് സെൽ നമ്മൾ പരിചയപ്പെടും. എങ്ങനെ നമ്മൾ പരിചയപ്പെട്ടത്, നമ്മളത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ചീക്ക് സെല്ല് മനസ്സിലായി. അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് ഉണ്ട് എന്നും ആ ബ്ലഡ് ഒരു ടൈപ്പ് ഓഫ് സെല്ലാണെന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, ചീക്ക് സെല്ല് കൂടാതെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു അനദർ സെല്ലാണ് ഇത് ബ്ലഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൂടാതെ ഏതൊക്കെ സെല്ലുണ്ട്, നിങ്ങൾക്ക് വല്ല ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ, നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചതായിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഹ്യൂമൻ ബോഡിയിലുള്ള നമ്മളിപ്പോൾ പറയുന്നത് ഹ്യൂമൻസിൻ്റെ കേസാണ് കേട്ടോ. ഈ ഹ്യൂമൻ ബോഡിയിലുള്ള അല്ലെങ്കിൽ കോമൺലി ഓർഗാനിസംസിലൊക്കെ ഉള്ള സെല്ല്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് ഹ്യൂമൻസിനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻസിൻ്റെ എക്സാമ്പിൾസ് തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അവിടെ 2 സെൽസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആ സെൽസിൻ്റെ പേരവിടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ സെൽസിൻ്റെ നെയിംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾ ലിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ പേരവിടെ എഴുതി കൊടുക്കാൻ കഴിയും. ദെൻ 2 സെൽസ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായി എന്തും കൊടുത്തിട്ടുണ്ട്, ആ സെൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ പിക്ചർ എടുക്കാം. ഫസ്റ്റത്തെ പിക്ചർ നിങ്ങൾ നോക്കി, ഫസ്റ്റത്തെ പിക്ചർ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് പേര് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ ക്ലാസ്സുകളിൽ എവിടെയോ നിങ്ങളുടെ ടീച്ചർ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സെല്ലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ പറഞ്ഞു ഹ്യൂമൻ ബോഡിയിലുള്ള ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ബ്ലഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
പിക്ചർ നോക്കിയാൽ തന്നെ റെഡ് കളർ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗസ് ചെയ്യുന്നത് എന്തായിരിക്കും? ബ്ലഡ് ആയിരിക്കും അല്ലെ. റെഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ബ്ലഡിനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു സെല്ലിന് അതല്ലെങ്കിൽ ആ ഫസ്റ്റത്തെ സെല്ലിന്റെ പേരെന്താണ്? ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, അതിൽ നിന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലത് ഇങ്ങനെ റൗണ്ട് ആയിട്ട്, ചിലത് വേറെ ഷേപ്പിലൊരു ഡാർക്കിഷ് കളർ, ഒരു ബ്ലാക്ക് കളറിലൊക്കെ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റിങ്ങിനനുസരിച്ച് ചെറിയ കളറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സ് ബ്ലഡ് സെൽസ് തന്നെ ഉണ്ട്. ബ്ലഡിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് സെൽസ് ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ പഠിക്കാനുള്ളൂ? ബ്ലഡ് സെൽ ഫസ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ളവർ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ താഴത്തെ എൻ്റെ പേര് എഴുതി കൊടുക്കണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ PDF ഉള്ളവരൊക്കെ ആണെങ്കിൽ നോട്ട്ബുക്കിൽ, എല്ലാവരും നോട്ട്ബുക്കിൽ എന്തായാലും ബ്ലഡ് സെൽസ് ഒക്കെ ഇങ്ങനെ എഴുതണം. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് അത്? ഫസ്റ്റത്തെ സെൽ ഏതാണ്? ബ്ലഡ് സെല്ലാണ്. എക്സാമിന് ഒരുപാട് പ്രാവശ്യം നിങ്ങളെ ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ഈ സെല്ലിൻ്റെ പിക്ചർ തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? സെല്ല് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്? അത് മറക്കരുത്, എഴുതാതെ ഇരിക്കരുത്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ഫസ്റ്റത്തെ സെൽ ഏതാണ്? ബ്ലഡ് സെൽസ്. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തെ സെല്ലിൻ്റെ പിക്ചർ കണ്ട ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ തൊട്ട് മുന്നേ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ് ചെയ്ത മൈക്രോസ്കോപ്പിലൂടെ കണ്ട സെല്ലാണ് ഇത്. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് അത് ഏതാണ്? ചീക്ക് സെല്ലാണ് അല്ലേ. ആ സെല്ല് ഏതാണ്? ചീക്ക് സെല്ലാണ്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിന്റെ താഴത്തുകൾ എഴുതി കൊടുക്കണം ചീക്ക് സെൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത്, ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറും ഉണ്ട്, താഴെ പേരും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആ സെല്ല് കണ്ടാൽ തന്നെ അല്ലേ ഒരു സ്പെഷ്യൽ ഷേപ്പാണ് അല്ലേ. ആ ഷേപ്പിനെ നമ്മൾ പറയല് സ്പിൻഡിൽ ഷേപ്പ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. 2 അറ്റം ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു ഉണ്ട പോലെ ഇങ്ങനെ കാണുന്ന, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണം ആ ഒരു ഷേപ്പിനെ നമ്മൾ എന്ത് പറയുക? സ്പിൻഡിൽ ഷേപ്പ് എന്നാണ് പറയുക. ഓക്കെ, ഈ സ്പിൻഡിൽ ഷേപ്പ് സെൽ എവിടെയാണ് കാണുന്നത് എന്ന് അറിയാം? ടെക്സ്റ്റിലൂടെ കൊടുത്തിട്ടുണ്ട് മസിൽ സെൽസ് ആണ്. അല്ലാതെ ഏത് മസിൽ സെൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടോ? മസിൽ അറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. മസിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷന് വേണ്ടിയിട്ട്, നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ആണ് ഇത് മസിൽ, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഇത് മസിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബോണിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. മസിൽസിൽ തന്നെ ഡിഫറെൻറ്റ് മസിൽ സെൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ, നമ്മൾ നടക്കാനും ചാടാനും ഓടാനൊക്കെ വേണ്ടി സഹായിക്കണം. നമ്മളെ ഹാൻഡ് മൂവ് ചെയ്യുന്നതും ലെഗ് മൂവ് ചെയ്യുന്നതൊക്കെ ഈ സെൽസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ മൂന്നാമത്തെ സെല്ലിന്റെ പേരെന്താണ്? മസിൽ സെൽസ്. ദെൻ ലാസ്റ്റ്, സാധാരണ നമുക്ക് കണ്ട സെല്ലെന്നൊന്നും തോന്നൂല, ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ. ഒരു നീണ്ട് ഒരു ഹെഡ് പാർട്ടും ഒരു ടെയിൽ പാർട്ടൊക്കെ ഉള്ള ഒരു നീണ്ട ട്യൂബൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ കാണാം. ആ സെല്ലിന്റെ പേരാണ് ഇത് നെർവ് സെൽ. ഓക്കെ, ഈ നെർവ് സെല്ലിനെ നമ്മൾ ന്യൂറോൺസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ആ ഒരു പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെർവ് സെൽസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ന്യൂറോൺസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ നെർവ് സെൽസ് അല്ലെങ്കിൽ ഈ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻസ് എന്താണ്? നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന സെൻസേഷൻസും റെസ്പോൺസസും. ഓക്കെ, എന്താ സെൻസേഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ ബോഡി നമ്മുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ട്. ഈ വേദന ഉണ്ടാകുമ്പോൾ ഈ വേദന അറിയാൻ വേണ്ടി സഹായിക്കുന്ന സെല്ലാണ് ഇത് ആ നെർവ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഈ സെൻസേഷൻസും റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കണം നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്, ബ്രെയിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ കമ്പ്യൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ നെർവസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ഓർഗൻ സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാം. ആ ഒരു നെർവസ് സിസ്റ്റത്തിൽ ആ നെർവസ് സിസ്റ്റത്തിലാണ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ബ്രെയിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ നെർവസ് സിസ്റ്റത്തിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ, രണ്ടും പറയാറുണ്ട് കേട്ടോ. നെർവ് സെല്ലോ ന്യൂറോൺ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫെമിലിയർ പേര് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു പേരും കൂടി അതിനുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ 6th നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. 6th ബേസിക് സയൻസിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അതിനാണ് ആ ഒരു പേര് കൂടി നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒബ്സർവ് അല്ലെ, ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സെല്ലിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചു അല്ലെ.
ഒബ്സർവ് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ്. ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം. ഞാൻ പറയുന്ന ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേർഡ്സ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ലൈൻസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു, സെല്ലിലുള്ള ഡിഫറൻസ് അല്ലേ, ഒരു സ്മോൾ ബോയിലും അല്ലെങ്കിൽ ഒരു അഡൽറ്റിലും ഒരു വലിയ ആളും ഒരു ചെറിയ കുട്ടിയും തമ്മിൽ എന്ത് സൈസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും എന്തിൽ ഡിഫറൻസ് ഇല്ല, സെല്ലിൻ്റെ സൈസിൽ ഡിഫറൻസ് ഇല്ല. സെല്ലിൻ്റെ സൈസിലല്ല ഡിഫറൻസ്, സെല്ലിൻ്റെ നമ്പേഴ്സിലാണ് ഡിഫറൻസ്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു പിക്ചർ ഒക്കെ എവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ 2 ക്വസ്റ്റ്യനും ആൻസറും ആ പിക്ചറും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ 2 ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഹ്യൂമൻ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു ആ സെൽസ് എല്ലാവരും പറയാൻ നോക്കുക. പറഞ്ഞാൽ മാത്രമേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ആ വേർഡ്സ് ഫെമിലിയർ ആവുള്ളൂ, നമുക്ക് പറയാൻ കഴിയുള്ളൂ, എക്സാമിന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുള്ളൂ, എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, ദെൻ ഏതൊക്കെയായിരുന്നു സെൽസ്, ഫസ്റ്റ് സെല്ല് ബ്ലഡ് സെൽ അല്ലേ, ബ്ലഡ് സെല്ലാണ്. ബ്ലഡ് സെല്ലിൻ്റെ അവിടെ പേര് കൊടുത്തിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞു, പെൻസിൽ ഉപയോഗിച്ച് എഴുതി കൊടുക്കണം. ദെൻ സെക്കൻഡ് വൺ നമ്മൾ ഒബ്സർവ് ചെയ്ത സെല്ലാണ്, നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത സെല്ലാണ്. ഏതാണ്, ചീക്ക് സെല്ലാണ്. ദെൻ തേർഡ് വൺ മസിൽ സെൽസാണ്. മസിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്ന ഹ്യൂമൻസിൻ്റെ ബോഡിയിലുള്ള സെൽസാണ്. ഏത്, മസിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ലാസ്റ്റ് വൺ സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. സ്പെഷ്യൽ സ്ട്രക്ചറിൻ്റെ പേരാണ് ഇത് നെർവ് സെൽസ് അഥവാ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് സെൽസ് നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യനും ആൻസറും കാരണം എക്സാമിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വർക്ക് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടാവുക മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണെന്നും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്താണെന്നും എക്സാമ്പിൾസ് വെച്ച് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലാസ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റ് എഴുതണം. ഓക്കെ, എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ആ സെല്ല് കളക്ട് ചെയ്യണം, നമ്മൾ ആ സ്ലൈഡിൽ വെക്കണം, കവർ ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ദെൻ നിങ്ങളെ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾ എന്താ കാണുന്നത്, നിങ്ങൾക്ക് അവിടെ ഒരു ചീക്ക് സെൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ, അപ്പോൾ ഒരു ചീക്ക് സെല്ലിനെ വരച്ചിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, ചീക്ക് സെൽസ് എന്ന് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അതാണ് ഫസ്റ്റ് നോട്ടിൽ നമ്മൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. ദെൻ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അല്ലേ, ആ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ എഴുതണം, അതിൻ്റെ ആൻസർ എഴുതണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ട് ആ വേർഡ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, അതിൽ ഡിഫറൻസസ് ഒന്നുമില്ല, രണ്ടും സിമിലർ ആണ്, സെയിം ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറോ ആ എന്തിലാണ് മാറ്റം, സൈസിലല്ല മാറ്റം, നമ്പേഴ്സ് ഓഫ് സെൽസിലാണ് മാറ്റുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഹെഡിങ് കാണാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 4 സെൽസിൻ്റെയും പിക്ചർ വരച്ചിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോട്ടിൽ എഴുതാനുള്ളത്. നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ നോട്ടിൽ എഴുതുക, നോട്ടിൽ എഴുതിയത് എന്താണോ അത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.